പി സി റിമോട്ടായിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പം ലാപ്ടോപ്പും പി സി മാത്രമല്ല, അല്ലാത്ത ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഡിവൈസും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സ്മാർട്ടായിട്ട് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ അടുത്തൊരു പി സി ഉണ്ട്. അപ്പോൾ പി സി അതൊരു കോർണറിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക്, പക്ഷേ അത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ലിനക്സ് സെർവർ മാതിരി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ എന്നാ പറയുക, ചില ലിനക്സ് ബേസ്ഡ് പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു കോർണറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ചില സമയത്ത് ഓൺ ആക്കണം, ചില സമയത്ത് ഓഫ് ആക്കണം. അങ്ങനത്തെ ചിലപ്പോൾ എന്തെങ്കിലും ഇമേജ് പ്രോസസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പം സംഭവം ആ പി സി യൂസ് ചെയ്യും. അപ്പോൾ അതൊരു പി സിയുടെ കാര്യമാണ്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ പഴയ ലാപ്ടോപ്സ് ഉണ്ട്, ലൈക്ക് 2012-13 ആ സമയത്ത് വാങ്ങിച്ച ലാപ്ടോപ്പുകൾ. അപ്പോൾ ആ ലാപ്ടോപ്പിന് ഇപ്പം ആരും വാങ്ങിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ലിനക്സ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഇമേജ് എന്നൊക്കെ പറഞ്ഞ, അതായത് ഈ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് മാതിരി ഇമേജ് സ്റ്റോർ ചെയ്യാനുള്ള, അപ്പോൾ അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനെ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ലാപ്ടോപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പവറൊന്നും കൺസ്യൂം ചെയ്തില്ല. വളരെ ഒരു 10 വാട്ടോ 20 വാട്ടൊക്കെ പവറൊക്കെ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 24/7 റൺ ചെയ്യുമ്പം പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പഴയ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും അതിപ്പം കൊടുത്താലും ആരും വാങ്ങിക്കത്തുമില്ല, പിന്നെ വേറെ ആർക്കും ഒരു യൂസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇങ്ങനെ ഇവിടെ ഒരു കോർണറിൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കും. അതൊരു ബുക്ക് ഷെൽഫിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിപ്പോൾ എന്തെങ്കിലും ഓണോ ഓഫോ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ സ്വിച്ച് ഉള്ളത് അതിൻ്റെ സ്ക്രീനിൻ്റെ അടിയിലാണ്. പിന്നെ അത് ആക്സസ് ചെയ്യാനും ഇപ്പോൾ റിമോട്ടിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും വേറെ എവിടെ നിന്നെങ്കിലും ഇപ്പം ട്രാവൽ ചെയ്യാൻ നേരത്തൊക്കെ റിമോട്ടിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഓൺ ഓഫ് ആക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും പറയണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ഓപ്ഷനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്വിച്ചിൻ്റെ കാര്യം ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണം റിമോട്ടിലിരുന്നത് ഓപ്പറേറ്റ് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പി സിക്കകത്താണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ESP8266 ആണ്. നമുക്ക് ESP8266 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ESP32 യൂസ് ചെയ്യാം. ബേസിക്കലി ഇതൊരു മൈക്രോ കൺട്രോളറാണ്. ഒരു 200 രൂപ തൊട്ട് 200-300 രൂപ തൊട്ട് 400-500 ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ കൺട്രോളറിൻ്റെ GPIO പിന്നിൽ നിന്ന് ഒരു ഒപ്റ്റോ കപ്ലറിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. സോ ഒപ്റ്റോ കപ്ലർ ഞാനൊരു പഴയ ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജറിൻ്റെ അകത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ മോഡ്യൂളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിതൊരു എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ ആലോചിച്ചപ്പം പിന്നെ അത് ഓർഡർ ചെയ്ത് വരാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പഴയ ലാപ്ടോപ്പിൻ്റെ ചാർജറിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഈ SMPS ബേസ്ഡ് മോസ്റ്റ് ചാർജറിൻ്റെ അകത്ത് ഒരു ഒപ്റ്റോ കപ്ലർ കാണും. ഒരു നല്ല ചാർജറാണെങ്കിൽ എല്ലാത്തിനകത്തും കാണും. നമ്മുടെ 12 വോൾട്ട് അഡാപ്റ്ററോ അല്ലെങ്കിൽ മൊബൈൽ ചാർജറോ അതിൻ്റെ അതെല്ലാം മോസ്റ്റ്, അപ്പോൾ അങ്ങനത്തെ അഡാപ്റ്ററിൻ്റെ അകത്തൊക്കെ മോസ്റ്റ്ലി ഒരു ഒപ്റ്റോ കപ്ലർ കാണും. പിന്നെ അപ്പോൾ സോ ഒപ്റ്റോ കപ്ലറിന് ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. സോ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് LED ആണ്. സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ GPIO പിന്നിൽ നിന്ന് പിന്നിൻ്റെ GPIO പിൻ ഹൈ ആവും. അപ്പം അതിൻ്റെ ഹൈ ഇൻപുട്ട് ത്രൂ റെസിസ്റ്റർ നമ്മൾ ഈ ഒപ്റ്റോ കപ്ലറിന് ഇൻപുട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഇൻപുട്ടിൽ LED ഗ്ലോ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒപ്റ്റോ കപ്ലറിൻ്റെ ഔട്ട്പുട്ട് എൻ്റെ അകത്തുള്ളൊരു ട്രാൻസിസ്റ്റർ മാതിരി സംഭവമാണ്. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, ഷോർട്ട് ആവും, അതായത് ഇങ്ങനെ ഓണാവും, അതായത് ഒരു സ്വിച്ച് ആക്ട് ആവുന്ന മാതിരി ഓണായിട്ട് വരും. സോ അപ്പോൾ നമ്മൾ പിന്നെ ഈ റെസിസ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ എന്ത് സർക്യൂട്ടിലാണ് LED കണക്ട് ചെയ്യുന്നത്, നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യില്ല, എന്നുവെച്ചാൽ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ സെയിം പർപ്പസിലാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു 330 ഓംസിൻ്റെ റെസിസ്റ്ററാണ്. അപ്പം GPIO നിന്ന് വയ റെസിസ്റ്റർ, ഒപ്റ്റോ കപ്ലറിൻ്റെ ഇൻപുട്ട്, പിന്നെ ഒരെണ്ണം ബേസിക്കലി നോർമൽ LED മാതിരി പ്ലസും മൈനസ്. അപ്പം മൈനസ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്, പിന്നെ പ്ലസ് വയ റെസിസ്റ്റർ നമ്മൾ GPIOയിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇപ്പോൾ PC ഓണാക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ PC ഇങ്ങനെ ഓണാക്കാനായിട്ടൊരു ഷോർട്ട് പൾസും ഇങ്ങനെ ഓഫ് ആക്കാനായിട്ടൊരു ലോങ് പൾസുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓണാക്കാനായിട്ട് നമ്മൾ ഷോർട്ട് പൾസ് സെൻഡ് ചെയ്യുക. അപ്പോഴത്തേനും ഈ സംഭവം ഇത് ഔട്ട്പുട്ട് ഷോർട്ടാവും. അപ്പം അത് സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പോൾ അത് ലൈക്ക് നമ്മൾ നോർമലി ഒരു സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന മാതിരി തന്നെ ആക്ട് ആവും. ഒപ്റ്റോ കപ്ലർ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസൊലേറ്റഡ് ആണ്. അതായത് നമ്മൾ മൈക്രോ കൺട്രോളിൽ നിന്ന് വരുന്ന ഇൻപുട്ടും PCക്ക് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തേക്കുന്ന പോർഷനുമായിട്ട് ഇലക്ട്രിക്കലി യാതൊരു കണക്ഷനും ഇല്ല. അത് ഒരു ഇൻഫ്രാറെഡ് LED ത്രൂ ആണ് അത് ഓപ്പറേറ്റ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സെല്ലിൽ പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി, അതായത് ഇലക്ട്രിക്കലി ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് PCയുടെ അകത്ത് നമ്മളെന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതിൻ്റെ ആ സ്വിച്ച്, അത് നമ്മൾ ആ സ്വിച്ച് കണക്ട് ചെയ്യുന്ന 2 പിന്നുണ്ടല്ലോ, ആ പിന്നിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ പി സിക്കകത്ത് കുറേ യു എസ് ബിയുടെ ഹെഡേഴ്സ് കാണും. അപ്പോൾ ഈ ഹെഡറിൽ നമുക്ക് പവർ ഡ്രോ ചെയ്യാൻ പറ്റും, 5 വോൾട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ESP32ൻ്റെ അകത്ത് നമുക്ക് 5 വോൾട്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അത് 3.3 വർക്കാവുന്നത്, പക്ഷേ അതിൻ്റെ അകത്ത് ആ ബോർഡിൽ തന്നെ ഒരു റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് VIN എന്ന് പറഞ്ഞൊരു പിന്നുണ്ടാവും. ആ പിന്നിൽ നമ്മൾ 5 വോൾട്ട് VIN എന്നോ ചിലപ്പോൾ ചിലതിൻ്റെ അകത്ത് 5 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വർക്കാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് നമ്മൾ PC ക്ലോസ് ആക്കി വെച്ചേക്കുവാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിനെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട് ഒരു 3D പ്രിൻറ്റ് ചെയ്ത ഒരു എൻക്ലോഷർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം കണക്ട് ചെയ്തിട്ട് അത് ക്ലോസ് ആക്കിയിട്ട് എല്ലാം ക്ലോസ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓൺ ഓഫ് ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് വൈഫൈയിലേക്ക് കണക്റ്റ് ആവും. IP നമ്മൾ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് റൗട്ടറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എൻ്റെ IP ഏതാണെന്ന്. അപ്പോൾ IP എടുക്കുക. IP എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൗസറിൽ നമ്മൾ ഈ എൻഡ് പോയിൻറ്റ്സ് ആണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ എൻഡ് പോയിൻറ്റ്സിലേക്ക് നമ്മൾ ബ്രൗസറിൽ URL ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ആക്ഷൻ ട്രിഗർ ആവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ബേസിക്കലി നമുക്ക് ഷോർട്ട് പൾസ് കൊടുക്കാനായിട്ട് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്രൗസറിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ആ പൾസ് സെൻഡ് ആവും. അപ്പോഴത്തേനും PC ഓൺ ആയി വരും. പിന്നെ അതേമാതിരി സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് ഇനിയൊരു എൻഡ് പോയിൻ്റ് ഉണ്ട്. ആ എൻഡ് പോയിൻ്റ് URL ബ്രൗസറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അതായത് ലോങ് പൾസ് കൊടുക്കും. അതായത് നമ്മളിങ്ങനെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്ന നേരത്തെ എഫക്റ്റാണ്. അപ്പോൾ അത് ഓഫ് ആവും. ഇതിൻ്റെ കോഡ് ഞാൻ ഒരു ലിങ്കിൽ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ആർക്കെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പം പിന്നെ ഇത് ഒരു ബേസിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ വേണം ആഡ് ചെയ്യാം. അതായത് അതായത് ലോജിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക് ആവുന്ന മാതിരിയൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. പിന്നെ അങ്ങനെ പിന്നെ ഇപ്പം ഹോം അസിസ്റ്റൻറ്റ് അങ്ങനത്തെ ഓട്ടോമേഷൻ സംഭവങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് കട്ടാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, വർക്ക് ചെയ്തു. അപ്പം ഇതൊരു വളരെ സിമ്പിൾ സർക്യൂട്ടാണ്, പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഞാനത് ലാപ്ടോപ്പിൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ലാപ്ടോപ്പിൽ ട്രൈ ചെയ്തിട്ട് വർക്ക് ആവണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം, ലാപ്ടോപ്പിൻ്റെ സെറ്റപ്പിൻ്റെ. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ അതിൻ്റെ കീ ഒക്കെ ആക്സസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എനിക്കൊന്ന് വയറൊക്കെ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം, അതിൻ്റെ കീ പ്രസ് ചെയ്യുന്ന ആ ഒരു കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട്. അങ്ങനെ. അപ്പം ഓക്കെ, താങ്ക് യു, ബൈ.